നമുക്കിപ്പം പി.കെ. ശ്രീമതി ടീച്ചറുണ്ട്. മുൻ മന്ത്രിയും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി.കെ. ശ്രീമതി ടീച്ചർ നമുക്കൊപ്പമുണ്ട്. പി.കെ. ശ്രീമതി ടീച്ചർ, വെരി ഗുഡ് മോർണിംഗ് ശ്രീമതി ടീച്ചർ. ഗുഡ് മോർണിംഗ്. ബിന്ദു ആവശ്യപ്പെട്ടതുപോലെ, പരാതിപ്പെട്ടതുപോലെ 3 പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞു. 2 പേർക്കെതിരെ ഇപ്പോൾ നടപടിയായിരിക്കുന്നു. എന്താണ് പി.കെ. ശ്രീമതി ടീച്ചർ പ്രതികരണം? അത് തന്നെയാണ് നമുക്ക് വലിയ സന്തോഷം. കാരണം ബിന്ദുവിന്റെ ആവശ്യം അത് ഗവൺമെന്റ് അംഗീകരിച്ചു. മാത്രമല്ല, ബിന്ദു നേരിട്ട് CM ഓഫീസിൽ പോയപ്പോ കാര്യങ്ങൾ മനസ്സിലായി. സന്ധ്യക്ക് ശേഷം ബിന്ദുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിൽ വെച്ചിരിക്കുന്നു. അങ്ങേയറ്റം നീതിരഹിതമായിട്ട്. ഏതൊരു സാധാരണ പോലീസുകാരനും അറിയാവുന്നതാണ്, സന്ധ്യക്ക് ശേഷം സ്ത്രീയെ പോലീസ് ലോക്കപ്പിൽ വെക്കരുത്, കസ്റ്റഡിയിൽ വെക്കരുത് എന്നുള്ള കാര്യം അറിയാത്തവരായിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു ട്രെയിനിങ് കഴിക്കുന്ന പോലീസുകാരന് പോലും അതറിയാം. എന്നിട്ട് പോലും ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള പോലീസുകാർ, SI-യും അതുപോലെ ASI എല്ലാം ഉൾപ്പെടെ അവിടെയുള്ള പോലീസുകാർ ഇത് കണ്ടുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഈ പാവം പിടിച്ച സഹോദരിയെ ഇങ്ങനെ രാത്രി മുഴുവൻ മാനസികമായി മറ്റു തരത്തിലും പീഡിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് മര്യാദയില്ലാത്ത, നീതിബോധമില്ലാത്ത കുറേയേറെ പോലീസുകാർ ഇപ്പോഴും ഉണ്ട് എന്ന് മാത്രമല്ല, ഇനി ഗവൺമെന്റിനെ കരുതേക്കാൻ വേണ്ടി ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും ഇതിന്റെ പിന്നിൽ കൂടുതൽ ഉദ്ദേശമുണ്ടോ? ഇതൊക്കെ ചെയ്താൽ ആരാ ഇപ്പൊ കാണുന്നത്, ആരാ അറിയുന്നതെന്നുള്ള പറ്റില്ല. അറിഞ്ഞാൽ തന്നെ എന്താണെന്നുള്ള ധിക്കാരവും ചില പോലീസുകാർക്ക് ഉണ്ടാവും. അവിടെ 2 വനിതാ പോലീസുകാരുണ്ടല്ലോ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ് ഞാൻ ബിന്ദുവായിട്ട് സംസാരിച്ചപ്പോ, ബിന്ദുവിനോട് ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോ എന്റെ ഹസ്ബൻഡിന് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ആശുപത്രിയിലായിരുന്നു ഞാൻ 4 ദിവസം. അപ്പോ ബിന്ദുവിനോട് ഞാൻ ഫോണിൽ സംസാരിച്ചു, മോളോടും സംസാരിച്ചു. ബിന്ദു പിന്നെ പറയുന്നത് അവിടെ 2 വനിതാ പോലീസുകാരുണ്ടായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നി. 2 വനിതാ പോലീസുകാരുണ്ടായിട്ടും അവരൊന്ന് ഇടപെടാൻ എന്തുകൊണ്ട് തന്റെ കൂടപ്പിറപ്പിനെ പോലെ കാണേണ്ടുന്ന ഒരു സഹോദരി അവിടെ ഈ രൂപത്തിൽ മാനസികമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ, മറ്റ് പോലീസുകാരെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഈ തരത്തിലുള്ള മേധാവിത്വം കാണിക്കുന്നവർക്കെതിരെ ഒരു ചെറു വാക്കെങ്കിലും പറയാൻ അവിടെ 2 വനിതാ പോലീസുകാർ അവർ തയ്യാറായില്ലല്ലോ എന്നുള്ള ഖേദവും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിന്ദുവിനോട് പറഞ്ഞില്ലെങ്കിൽ പോലും ഈ പോലീസുകാർ കാണിക്കുന്ന ക്രൂരതയെ സംബന്ധിച്ച് ബിന്ദു പറഞ്ഞു. വളരെ മോശമായിട്ടും വളരെ മര്യാദ കെട്ടും അവസാനം മനസ്സങ്ങ് നീറിയിട്ടാണ് ആ പാവം പിടിച്ച സഹോദരി പുലരുന്നവരെ കഴിച്ചു കൂട്ടിയത്. അത് കുടിക്കാനുള്ള വെള്ളം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ വാക്ക്, അങ്ങനെയുള്ള വാക്കുകളെല്ലാം എനിക്ക് തോന്നുന്നത്, ഞാൻ ഇന്നും ഓർക്കുന്നത് ജനമൈത്രി പോലീസ്, എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ നേതാവും കൂടിയാണ്. കോടിയേരി ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലാണ് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ആദ്യം തുടങ്ങിയത്. അതിനുശേഷം നാട്ടുകാർക്ക് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസുകാരാവണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസുകാരാവണം, ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി മര്യാദയോടുകൂടി പെരുമാറുന്ന ഒരു പോലീസുകാരനായിരിക്കണം ഓരോരുത്തരും എന്നുള്ളത് ട്രെയിനിങ് അന്ന് മുതൽക്ക് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 95-98% ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കുറച്ച് ശതമാനം ബാക്കി കിടക്കുകയാണ്. അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പൊ, പുഴുക്കുത്തുകളാണ്. അതിന്റെ ബാക്കി പത്രമാണ് നമ്മളിപ്പോ കണ്ടത്. പക്ഷെ ഒരു കാര്യം എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ കാര്യം മനസ്സിലാക്കിയപ്പോ തന്നെ അപ്പൊ തന്നെ SI-യെ മാറ്റി നിർത്തി. ഇപ്പോ ബിന്ദുവിന്റെ പരാതിയെ തുടർന്ന് ASI-യെ മാറ്റി നിർത്തി. ഇനി ആർക്കെതിരെയാണ് പരാതി? പോലീസുകാരെന്ന് കാണണം. മറ്റുള്ളവരെ കുറിച്ച്, പോലീസുകാരെ കുറിച്ചാണ് ബിന്ദുവിന് പരാതി എന്നുള്ളത് എന്നോടും പറഞ്ഞു. പോലീസുകാരെ കുറിച്ചാണ്. മറ്റൊക്കെ മാധ്യമങ്ങളൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണ്. അല്ലാതെ ബിന്ദുവിന്റെ പരാതി എന്ന് പറയുന്നത് പോലീസുകാരെ കുറിച്ചാണ്. അവളോട് മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറിയ അവർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് ബിന്ദുവിന്റെ പരാതി. പറയുന്നത് പോലെ ഇത് ഈ സർക്കാരിനെ കരിവാരി തേക്കാൻ ചില പോലീസുകാർ ഇറങ്ങിയതാണ് എന്നതാണ് ശ്രീമതി ടീച്ചർ പറയുന്നത്.